ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുക്രി, മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ, അറബി കോളേജിലെ അധ്യാപകർ, വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ തൊപ്പി വെച്ച് ആ പൊറോട്ട കെട്ടി നടക്കുന്ന മൗലവിമാർ, ഇവർക്കൊക്കെ എന്തേ BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ചേരാൻ പാടില്ലേ? അവർക്കെന്താ BJPയോട് അനുഭാവം വെച്ച് പുലർത്താൻ പാടില്ലേ? നമ്മുടെ രാജ്യത്ത് ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്, അതുപോലെ മതപ്രസ്ഥാനങ്ങളുമുണ്ട്, സംഘടനകളുണ്ട്, ഉപസംഘടനകളുണ്ട്. ഇതിൽ ഏതിൽ പ്രവർത്തിക്കണം എന്നത് ഓരോ പൗരന്റെയും പേഴ്സണൽ ചോയ്സ് ആണ്. ഇപ്പോ എന്റെ രാഷ്ട്രീയം കമ്മിയാണെന്നിരിക്കട്ടെ, ചാണക സംഖ്യകളോട് എനിക്ക് ഭയങ്കരമായ അമർഷം, അത് എന്റെ വിവരക്കേട് കൊണ്ട് തോന്നുന്നതാ. എനിക്ക് കമ്മിയാകാനുള്ള അതേ സ്വാതന്ത്ര്യം മറ്റൊരാൾക്ക് ചാണകമാകാനുമുണ്ട്, വേറൊരാൾക്ക് മൂരിയാകാനുമുണ്ട്. ഇവിടെ ഒട്ടകമൂത്രം കുടിക്കുന്ന ആളുകളാണ് കാളമൂത്രം കുടിക്കുന്നവരെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇവിടെ ഒരു വിഗ്രഹത്തിനെ വലം വെക്കാനും ഒരു കറുത്ത കല്ലിനെ പിടിച്ച് ഉമ്മ വയ്ക്കാനും വേണ്ടി ലക്ഷക്കണക്കിന് പണം ചിലവഴിച്ച് ഒരുപാട് തിക്കിലും തിരക്കിലും ലിഫ്റ്റ് തകർച്ചയിലും ഒക്കെ പെട്ട് നൂറുകണക്കിന് ആളുകൾ മരണപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സംവിധാനത്തിനെ പ്രോത്സാഹിപ്പിക്കുകയും പിൻപറ്റുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് അയ്യപ്പ ഭക്തരെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഈ നാട്ടിൽ നടക്കുന്നതൊക്കെ വിരോധാഭാസങ്ങളാണ്. അതായത് ഞാൻ ചെയ്യുമ്പോൾ ചക്കരയാണ്, പക്ഷെ മറ്റൊരു മതവിശ്വാസി ചെയ്യുമ്പോൾ അതെങ്ങനെയാ കൊക്കരയാകുക? നിങ്ങൾക്ക് നിങ്ങളുടേത് ചെയ്യാം, മറ്റുള്ളവർക്ക് അവരുടെ മത ആചാരപ്രകാരമുള്ള അനുഷ്ഠാന പ്രകാരമുള്ള വിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ, അത് പ്രചരിപ്പിക്കാൻ, ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ഈ വൈരാഗ്യം വെച്ച് പുലർത്തേണ്ടി വരിക. ഒരാള് പറയാ, അവര് ചാണകമായതുകൊണ്ടാണ് എനിക്ക് അവരോട് അത്രത്തോളം വിരോധം, ദേഷ്യം. അതൊരാളുടെ വിവരക്കേട് മാത്രമാണ്. ഒരാൾ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കണം എന്നത് അവരുടെ തീരുമാനമാണ്. എന്റെ മതവിശ്വാസവും എന്റെ ആശയം, എന്റെ നിലപാടുകൾ, എന്റെ രാഷ്ട്രീയം അത് തന്നെ ആയിരിക്കണം മറ്റുള്ളവരുടേതും എന്ന് ചിന്തിക്കാൻ, ആ രൂപത്തിൽ വൈരാഗ്യം വെച്ച് പുലർത്താൻ സാധിക്കുന്നത് വിവരദോഷികൾക്ക് മാത്രമാണ്. അപ്പൊ ഞാൻ മതത്തെ വിമർശിക്കുന്നു, അതുപോലെ തന്നെ ആയിരിക്കണം മറ്റുള്ളവരും വിമർശിക്കേണ്ടത് എന്ന് ഞാൻ എങ്ങനെ പറയും? ഞാൻ മതത്തെ വിമർശിക്കുന്നില്ല, എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങളെ ഫോളോ ചെയ്യുന്ന ആളാണ്. മറ്റുള്ളവരും അങ്ങനെ ആയിരിക്കണം എന്ന് ഞാൻ എങ്ങനെ പറയും? ഓരോരുത്തർക്കും അവനവന്റേതായിട്ടുള്ള ചോയ്സുകളുണ്ട്, താല്പര്യങ്ങളുണ്ട്, അഭിരുചികളുണ്ട്. അങ്ങനെ മാത്രമേ പോകാൻ പറ്റൂ. ഇപ്പോ BJP, മുമ്പ് എൻ്റെ ഒരു സിസ്റ്റർ പറഞ്ഞു, BJPക്കാരും എൻ്റെ വീട്ടിൽ കയറണ്ടെന്ന്. എൻ്റെ കൂടെ എൻ്റെ ഉമ്മച്ചി നിൽക്കുന്നത് കൊണ്ട് BJPയോട് അത്രമാത്രം ഒരു അമർഷവും വിരോധവും വച്ചു പുലർത്തുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് എവിടെ നിന്നാണ് ഈ വിരോധം കിട്ടുന്നത്? പള്ളികളിൽ നിന്നാണ്. ജുമുഅ കുത്തുബകൾക്ക് അതുകൊണ്ടാണ് ഇനിയും രാഷ്ട്രീയം പറയണ്ട എന്നൊരു അലിഖിത നിയമം കൂടി വന്നത്. എന്താണ് ഇപ്പൊ ജാർഖണ്ഡിലൊക്കെ ആ നിയമം വന്നു കഴിഞ്ഞു. വെള്ളിയാഴ്ച ദിവസം പള്ളികളിൽ ഏത് വിഷയത്തെ സംബന്ധിച്ചിട്ടാണ് നിങ്ങൾ പ്രസംഗിക്കാൻ പോകുന്നത്? നിങ്ങളുടെ കുത്തുബ ഏത് വിഷയത്തെ കുറിച്ചിട്ടാണ്? എന്താണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു കമ്മ്യൂണൽ ഇഷ്യൂ വരാതിരിക്കുന്നതിന് വേണ്ടി, നാളെ ഒരു തീവ്രവാദ പ്രചരണം, അങ്ങനെ ഒരു വിഷയം പോലും രണ്ട് മതവിശ്വാസികളും തമ്മിലുണ്ടായി തമ്മിലടി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഉള്ള പ്രീക്യൂഷൻസ് ആണ് ഒരു രാജ്യം സ്വീകരിച്ചിരിക്കുന്നത്. നമ്മുടെ രാജ്യം എന്തു പറഞ്ഞാലും മതം രാഷ്ട്രീയം. ഇപ്പൊ കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ വക്താവ് ഒരു മുസ്ലിം ആയാൽ എന്താ കുഴപ്പം? ഇപ്പോതാ തൊപ്പിയിട്ട് മുസ്ലിം വേഷവും ധരിച്ച് താമര ചിഹ്നത്തിലുള്ള പതാക ഏന്തി ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ പൊതുനിരത്തിലിറങ്ങിയിരിക്കുന്നു. എന്തിനാണെന്നറിയാമോ? ഭരണഘടനാപരമായിട്ടുള്ള അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനാണ്. ഈ രാജ്യത്തിന്റെ സുസ്ഥിരതയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കുന്നത്, ലക്ഷ്യം വെക്കുന്നത് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അദ്ദേഹത്തിന് ഈ രാജ്യത്തിന്റെ ഖജനാവിൽ നിന്നും കൈയിട്ടു വാരി കോടികൾ ഉണ്ടാക്കി മക്കൾക്കോ ഭാര്യയ്ക്കോ സഹോദരങ്ങൾക്കോ ഒന്നും കൊടുക്കണ്ട. അദ്ദേഹം ഉണ്ടാക്കുന്നതൊക്കെ ഈ രാജ്യത്തിന്റെ യശസ് ഉയർത്താനാണ്. ആർക്കു വേണ്ടിയും മക്കൾക്ക് വേണ്ടി ഗൾഫ് രാഷ്ട്രങ്ങളിൽ കോടികളുടെ ഫ്ലാറ്റ് ഉണ്ടാക്കി മാറ്റിവെക്കേണ്ട അദ്ദേഹത്തിന്.
അദ്ദേഹത്തിന് സ്വർണം കടത്തേണ്ട ബിരിയാണി ചെമ്പിലൂടെ ഏതെങ്കിലുമൊക്കെ നായര് പെൺകുട്ടികളെ വലവീശി പിടിച്ച് ഗൾഫ് അറേബ്യൻ രാഷ്ട്ര തമ്മിൽ ബന്ധിപ്പിച്ച് അംബാസഡറാക്കി അവരെ കൊണ്ട് കോടികൾ ഉണ്ടാക്കേണ്ടുന്ന ഗതികേടുകളില്ല. മുസ്ലിങ്ങൾക്ക് കാര്യം മനസ്സിലായി. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്ത് നമുക്ക് തന്നെ അനുഭവിക്കണം. നമ്മുടെ പൂർവികർ നമുക്ക് വേണ്ടി അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്താണ്. ഈ രാജ്യത്ത് ഒരിക്കലും നമ്മൾ അപരവൽക്കരിക്കാൻ പാടില്ല. നമ്മൾ കുടിയേറ്റക്കാരായി മാറി നിൽക്കാൻ പാടില്ല. നമ്മൾ രണ്ടാം കിട പൗരന്മാരാകാനും പാടില്ല. ബിജെപിയുടെ കൊട്ടിക്കലാശത്തിൽ കോഴിക്കോട് നിന്നും മജീദ് ഉസ്മാൻ എത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ഇലക്ഷനെ നോക്കി കാണുന്നത്? ഇലക്ഷൻ നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും, യാതൊരു സംശയമില്ല, ഉറപ്പാണ്. ശ്രീധരൻ പിള്ളയുടെ ചെറിയ വോട്ടിനാണ് പരാജയപ്പെട്ടത്. അതിന്റെ എത്രയോ മടങ്ങിൽ വിജയിക്കുന്നുള്ള യാതൊരു സംശയമില്ല. ഇവിടുത്തെ പാലക്കാട് ജനങ്ങൾക്ക് ബോധമായി, മുഴുവൻ ജനങ്ങൾക്കും. താങ്കൾ എത്ര വർഷമായിട്ട് ഈ പാർട്ടിയിലുണ്ട്? ബിജെപിയിൽ 5 കൊല്ലം. ഇസ്ലാം മത വിശ്വാസിയാണോ? ഇസ്ലാം മത വിശ്വാസിയാണോ? ഇല്ലാണ്ടെന്താ, എന്റെ തൊപ്പി നാടി കാണുന്നില്ലേ? ഞാൻ ഇസ്ലാം മത ഉസ്താദാണ്. അബ്ദുൽ മജീദ് ഉസ്താദ് വടകര. അപ്പം നിങ്ങളുടെ നാട്ടിൽ എത്രത്തോളം ആളുകൾ ഇങ്ങനെ ബിജെപിയിലുണ്ട്? ബിജെപിയിൽ ഇഷ്ടം പോലെ ആളുണ്ട്. അവര് പുറത്തു വരുന്നില്ല, അത്രയേ ഉള്ളൂ. മലപ്പുറം ഇഷ്ടം പോലെ ഉണ്ട്. സുൽഫത്തിന്റെ പുറത്തുള്ള ആൾക്കാരും ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാവരും പാർട്ടിയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് ബിജെപിയെ ഇപ്പൊ പ്രധാനമന്ത്രിന്റെ എല്ലാം കൊണ്ടും സത്യസന്ധമായ ഭരണം കൊണ്ട് മനസ്സിലാക്കി കഴിഞ്ഞു മുസ്ലിങ്ങൾ വരെ. ഇനി മുസ്ലിങ്ങൾ ഈ പാർട്ടിയിലേക്ക് ചേക്കേറി വരും, യാതൊരു സംശയമില്ല. ഇല്ല. എന്താണ് ഈ പ്രധാനമന്ത്രി ഇഷ്ടപ്പെടാനുള്ള കാരണം? എന്താ ഇഷ്ടപ്പെടാന്ന് പറഞ്ഞാല് ജനങ്ങളുടെ ഇടയിൽ അവരെ വിരൽത്തുമ്പുകളില് എല്ലാ ആനുകൂല്യങ്ങളും എത്തുന്നുണ്ട്. അതുപോലെ 70 വയസ്സുള്ളവർക്ക് ഇവിടെ ജനൌഷധിന്റെ മറ്റേ ആരോഗ്യ ഇൻഷുറൻസ്, അങ്ങനെ പല പല ഇതും ജനങ്ങളിൽ എത്തിക്കുന്നുണ്ട്. പിന്നെ ഈ കൃഷിന്റെ 6000 രൂപ ഒരുപാട് ആളെല്ലാം വാങ്ങുന്നുണ്ട്. ഇതൊന്നും നിർത്തലാക്കിയിട്ടില്ല. ഇതൊന്നും നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നില്ല. എല്ലാം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് എല്ലാവർക്കും. നേരത്തെ ഒന്നും കിട്ടിയിരുന്നില്ലേ? കിട്ടിയിരുന്നു. നേരത്തെ എല്ലാം കിട്ടിയില്ല. ബിജെപി സർക്കാർ വന്നവരാണ് ജനങ്ങളെല്ലാം എത്തിക്കുന്നത്, എല്ലാം കിട്ടുന്നത്, എല്ലാ സംഗതിയും എല്ലാം. പിന്നെ അച്ഛന്റെ പെണ്ണുങ്ങൾക്ക് ഒറ്റക്ക് പോകാം. പിന്നെ ഓൺലൈനില് പിന്നെ ഉമ്ര വിസ ശരിയാക്കി. പിന്നെ 60 വയസ്സിന് ശേഷമുള്ളവർക്ക് ഫ്രീയായിട്ട് പോവാം. പിന്നെ ഹജ്ജ് ഹോട്ടൽ നിർത്തലാക്കി, ആർക്കും ഹജ്ജ് ഹോട്ടൽ ഇല്ല. ഇസ്ലാമിക നിയമപ്രകാരം ആരോഗ്യവും സമ്പത്തും ഉള്ളവൻ ഹജ്ജിന് പോയാ മതി. സർക്കാരിന്റെ സബ്സിഡി കോട്ടയിൽ നിങ്ങൾ പോകണ്ട. നിങ്ങൾ ചെയ്ത പാപം പൊറുക്കണമെങ്കിൽ നിങ്ങൾ തന്നെ അധ്വാനിച്ചുണ്ടാക്കിയ പണം ചിലവഴിച്ച് പോയാൽ മതി. മജീദ് ഉസ്താദിന് നേരം വെളുത്തു. വടകര, മലപ്പുറം, പാലക്കാട് ഏതാണ്ട് നല്ലൊരു വിഭാഗം ആളുകൾക്ക് നേരം വെളുത്തു. അവർ രാജ്യത്തിന്റെ താല്പര്യത്തിനൊപ്പം നിൽക്കാൻ തുടങ്ങി, ദേശീയതയ്ക്കൊപ്പം നിൽക്കാൻ തുടങ്ങി. ഞാനൊക്കെ അതിൽ എത്രയോ സന്തുഷ്ടയാണ്. എത്രയോ നേരത്തെ നേരം വെളുത്തല്ലോ. എല്ലാം ലൈനില് ഒരാൾക്ക് അഴിമതി നടത്താൻ കഴിയാത്ത വിധത്തിലാണ് പ്രധാനമന്ത്രി ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഇസ്ലാം മത വിശ്വാസിയാണ്. അപ്പോൾ ബിജെപിക്കാരനാകുമ്പോൾ സ്വന്തം സമുദായത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതിൽ അടി കൊണ്ടിട്ടുണ്ട്, അതിൽ ഒളിവിൽ പോയിട്ടുണ്ട്, അങ്ങനെ പലതും. ഈ തൊപ്പി ചിലപ്പോ മാറ്റി നിർത്തിയിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മളെ ഈ പാർട്ടിയിൽ വന്നിട്ട് പീഡനം സംഭവിച്ചതാ പാർട്ടിക്ക് വേണ്ടിയിട്ട്. നേരത്തെ ഏത് പാർട്ടിയിലായിരുന്നു? നേരത്തെ പാർട്ടിയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ CPM-ന്റെയും കോൺഗ്രസിലേക്ക് അബ്ദുൾ കൊണ്ടിന്റെ ഇതിലേക്ക് പോയതാണ്. പക്ഷെ അവരെ ഭരണവും ശരിയല്ല, എല്ലാം തട്ടിപ്പരണം. അതുകൊണ്ട് ഇപ്പൊ ബിജെപിയിൽ പ്രവർത്തിക്കുകയാണോ? ബിജെപിയിൽ പ്രവർത്തിക്കും. ബിജെപിക്ക് ജീവൻ കൊടുക്കാൻ തയ്യാറാ, യാതൊരു സംശയമില്ല. സന്ദീപ് വാര്യർ ശരിക്കുള്ള സന്ദീപ് വാര്യർ ഒരു ശരിയായ നേതാവായിരുന്നെങ്കിൽ ആ കൊച്ചെന്നെ പിച്ചി, ഇവനെന്നെ മാന്തി, ലവളെന്നെ നുള്ളി, ലവളെന്നെ കണ്ണുകൊണ്ട് അങ്ങനെ കാണിച്ചു, ഇവനെന്നെ കൊഞ്ഞനം കാണിച്ചു, ഉളുപ്പില്ലേപ്പാ നിനക്കൊക്കെ. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് വരുന്നത് അധികാര കസേരകൾ മോഹിച്ചാണെങ്കിൽ ഇതുപോലെയുള്ള സുദീപ് വാര്യർമാർ ഇനിയും ഉണ്ടാകും. അതിനറ്റം വെട്ടാൻ പോയേക്ക പാണക്കാട്. സന്ദീപ് ഒരു സംഗതി ഇവിടെ നടക്കൂല പാലക്കാട്.
ഈ ഇലക്ഷനോടുകൂടി അയാൾ മൂലക്കിരിക്കേണ്ട അവസ്ഥ വരും. അതെ, തീർച്ചയായിട്ടും യാതൊരു സംശയം അതെങ്കിലും കാണാം. ഈ കോഴിക്കോട് നിന്നും ഒരുപാട് ഇസ്ലാം മതസ്ഥരായിട്ടുള്ള ആളുകൾ BJPയിലേക്ക് വരുമോ? ഷെയ്ഖ് സായിദ് ഉണ്ട്, റസാഖ് ഉണ്ട്, ഡോക്ടർമാരുണ്ട്, വക്കീൽമാരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ അവര് രംഗത്ത് വരുന്നില്ല എന്നേ ഉള്ളൂ. രംഗത്ത് വന്നാൽ മാറ്റി നിർത്തുമോ? രംഗത്ത് വരാത്ത എന്തുകൊണ്ടാ? രംഗത്ത് വരാത്തോണ്ടെന്ന് പറഞ്ഞാല് മുസ്ലിങ്ങളുടെ ഇടയില് അവര് ചിലപ്പോ ഒറ്റപ്പെട്ടു പോകും. ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, അയാള് നമ്മുടെ ഹോസ്പിറ്റൽ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. അയാൾ ഹോസ്പിറ്റലിൽ ഒരാള് കുറയും. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ബിസിനസ് പ്രശ്നമാണ്. അതിപ്പോ യുക്തിവാദികൾക്കിടയിലും ഉണ്ട് ആ പ്രശ്നം. കാരണം അവര് യുക്തിവാദം പറയുന്നത് കൊണ്ട് അവരുടെ ബിസിനസിനെ അത് സാരമായി ബാധിക്കുന്നു. മുമ്പൊക്കെ കുടുംബങ്ങളെ ആയിരുന്നു ബാധിച്ചിരുന്നത്. ആദ്യം അവരുടെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കാനാണ് ഇവർ ഇറങ്ങിത്തിരിക്കുക. ക്രമേണ പിന്നീട് അത് പള്ളിവിലക്കായി, ഊരുവിലക്കായി, ഒറ്റപ്പെടുത്തലുകളായി, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് പലരും ഈ സ്വതന്ത്ര രാജ്യമാണ്, ജനാധിപത്യ രാജ്യമാണ്, ആനയാണ്, മാങ്ങയാണ്, മാങ്ങാത്തൊലിയാണ്, ചേനയാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ നമ്മുടെ രാഷ്ട്രീയമോ നമ്മുടെ മതമോ നമ്മുടെ മതനിരാസമോ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യം ഇനിയും നേടിയിട്ടില്ല. നന്ദി.